രാവിലെ അങ്ങനെ എണീറ്റ് യാതൊരു പണിയില്ലാതെ കുത്തിപ്പിടിച്ചിരുന്നപ്പം വെല്ലക്കുട്ടനുമായിട്ട് കളിക്കാമെന്നും വെച്ചോണ്ട് പുറത്തോട്ടിറങ്ങിയതാ. ഇവിടെങ്ങും നോക്കിയിട്ട് ആശാനെ കാണാനില്ല. കൂട്ടി നോക്കിയിട്ട് കാണാനില്ല. അവസാനം ഞാനിങ്ങനെ ഇത് ബെല്ലക്കുട്ടൻ കിടക്കുന്ന ഒരു സ്ഥലവാ. ഇപ്പൊ നല്ല ചൂട് സമയമല്ലേ, അതുകൊണ്ട് കുറെ ഓലയെല്ലാം കൂടെ വെട്ടിയിട്ടിട്ടുണ്ട്, ഓലമടൽ. അപ്പൊ ആശാൻ എപ്പോഴും അതിൻ്റെ അടിയിലാണ് കയറി കിടപ്പ്. എനിക്ക് തോന്നുന്നു ഈ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എല്ലാം നോക്കിയിട്ട് ആശാനെ കാണുന്നില്ല. ഞാൻ ഇപ്പം ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് പിന്നെ ബെല്ലക്കുട്ടനെ ഒന്ന് കുളിപ്പിക്കണം. കുളിപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അവനെ 2 നേരം നല്ല തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ശരിക്കും രാവിലെ ഞാൻ ഈ മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞ് ആശാനെ നല്ല തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കും. ഈ 2 നേരം എന്ന് പറയുന്നത് 2 നേരമെങ്കിലും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇത് ശരിക്കും പറഞ്ഞാൽ കഴിവതും ഒരു 3ഓ 4ഓ പ്രാവശ്യം കുളിപ്പിക്കുകയാണെങ്കിൽ അവരുടെ ശരീരത്തിലെ ഊഷ്മാവിനെ നിയന്ത്രിക്കാൻ അത് വളരെ നല്ല ഒരു ഘടകമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ആശാനെ തപ്പി നടക്കുക, ഇവിടെ ഒന്നും കാണുന്നില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ മനുഷ്യർക്ക് തന്നെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ ചൂടെന്ന് പറഞ്ഞാൽ ഒട്ടും താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ ഈ മൃഗങ്ങൾക്കായാലും പക്ഷിമൃഗാദികൾക്കായാലും ഒക്കെ വെള്ളം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമല്ലേ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു സന്ദേശമായിട്ട് തന്നെ കൊടുക്കുകയാണ്. കാരണം വെള്ളം എന്ന് പറയുന്നത് വളരെ അവിഭാജ്യമായ ഒരു ഘടകമാണ്. അതുകൊണ്ട് കഴിയുന്നത്ര മൃഗങ്ങൾക്കും പക്ഷികൾക്കുമൊക്കെ വെള്ളം കൊടുക്കുന്നത് വളരെ വലിയൊരു കാര്യമായി ഈ ചൂട് സമയത്ത്. കാരണം നമ്മളെക്കൂട്ട് അവർക്ക് മറ്റ് മാർഗങ്ങളൊന്നും കിണർ കുത്തിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ ഒന്നും പിന്നെ അവർക്ക് വേറെ വഴിയില്ല. അപ്പം അങ്ങനെ നമ്മളെ മല്ലിക്കിളി ഇവിടെ വന്നിക്കുകയാണ്. മല്ലിക്കിളിയെ കാണുന്നുള്ളൂ. സാധാരണ മല്ലിക്കിളിയെ കണ്ട ആശാനിങ്ങ് ഇറങ്ങി വരേണ്ടതാണ്. എവിടാണോ എന്തോ എങ്ങോ പോയി ഒളിച്ചിരിക്കുക. എവിടെയാണോ എന്തോ. ആശാൻ വേറെങ്ങുമല്ല, ആശാനെ കൈ കിട്ടി. ആശാൻ നമ്മുടെ കട്ടിലിനടിയിൽ കയറി. ഞാൻ ഡോറ് തുറന്ന സമയത്ത് നൈസ ഞാൻ അറിയാതെ അകത്ത് കയറിയതാണ്. അപ്പം അകത്ത് കയറി കട്ടിലിനടി കയറി പതുങ്ങിയിരിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ആശാനെ അവിടുന്ന് ചാടിച്ച് ഞാൻ വെളിയിലോട്ട് ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ കുട്ടനെ പിടിക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ്. ആശാൻ ഇങ്ങനെ വെരുക് പോലെ ഓടി നടക്കും. നമ്മുടെ കൈ വരത്തില്ല. അവന് മനസ്സിലായി ഞാൻ വെള്ളം ഒഴിക്കാനാണെന്ന്, അതുകൊണ്ട് അവൻ കൈ വരാതെ നിൽക്കുന്നത്. അങ്ങനെ അവസാനം അവനെ എൻ്റെ കയ്യിൽ കിട്ടി. ഇനിയിപ്പോൾ നേരെ കൊണ്ടുപോയി അവനെ ഒന്ന് ആദ്യം അവൻ്റെ കഴുത്തിൽ ഒരു ബെൽറ്റ് ഇടണം. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ കൈ നിൽക്കത്തില്ല. ഒരു ബെൽറ്റ് ഇട്ടിട്ട് ഈ പൈപ്പിൻ്റെ മൂട്ടി കൊണ്ട് നിർത്തി വേണം കുളിപ്പിക്കാൻ. കണ്ടില്ലേ, ഒരു ചുമന്ന ബെൽറ്റ് ഇടണം. അത് കഴിഞ്ഞിട്ട് വേറൊരു പിന്നെ ചെയിൻ അല്ല ഇത്, ഈ പപ്പികളെയൊക്കെ പൂട്ടുന്ന വേറൊരു സാധനമുണ്ട്. അപ്പം അതും വെച്ചിട്ട് ഞാൻ കഴിവതും ഇവനെ അങ്ങനെ കെട്ടിയിടാറില്ല. കാരണം പിന്നെ കാഞ്ചനക്കൂട്ടിലാണെങ്കിലും പിന്നെ എന്തുവാ ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്നൊരു ചൊല്ലില്ലേ. ഈ ബന്ധനം എപ്പോഴും ബന്ധനം. അതുകൊണ്ട് ഇവനെ ഞാൻ കഴിവതും പൂട്ടിയിടാറില്ല. ഇങ്ങനെ അത്യാവശ്യ സാഹചര്യങ്ങളിൽ കുളിപ്പിക്കേണ്ട സമയത്ത്, അതുപോലെ മരുന്ന് കൊടുക്കേണ്ട സമയത്തൊക്കെ മാത്രമേ ഇവനെ ഞാൻ പൂട്ടിയിടത്തുള്ളൂ. അല്ലാത്ത സമയത്ത് ഫ്രീ ആയിട്ട് അങ്ങ് തുറന്നു വിട്ടേക്കും. കണ്ടില്ലേ ആശാൻ്റെ ഇരിപ്പ് കണ്ടില്ലേ. അങ്ങനെ ആശാനെ പൂട്ടി. ഇനിയിപ്പം നമുക്ക് പിന്നെ ആശാന് ഇത് ആശാൻ്റെ മരുന്ന്. ഇത് മരുന്നല്ല, ഷാമ്പു. ഇത് പിന്നെ ബ്രഷ്. അപ്പോൾ ഈ ബ്രഷ് ഞാൻ ആമസോണിൽ നിന്ന് വരുത്തിയതാണ്, പ്രത്യേകം ഓൺലൈനിൽ നിന്ന് വരുത്തിയതാണ്. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലത്തെ അടപ്പ് തുറന്നിട്ട് ഈ ഷാമ്പു ഇതിനകത്ത് ജസ്റ്റ് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഈ വെള്ളം ഒഴിച്ചിട്ട് അവൻ്റെ ദേഹത്ത് ഈ ബ്രഷ് ഇട്ട് ഇങ്ങനെ തൂക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിങ്ങനെ പതഞ്ഞു വരും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ആശാൻ അങ്ങനെ കുളിക്കാൻ തയ്യാറെടുത്ത് ഇങ്ങനെ നിൽക്കുക, കണ്ടില്ലേ. എന്നിട്ട് ഇതിന് മുകളിലൊരു അടപ്പുണ്ട്, ആ അടപ്പ് വെച്ച് അങ്ങ് അടയ്ക്കുക. ചെല്ലക്കിളി അങ്ങനെ നല്ല രീതിയിൽ കുളിക്കാനായിട്ട് ഉഷാറായിട്ട് തയ്യാറായി നിൽക്കുക. ഇനിയിപ്പം വെള്ളമൊക്കെ എടുത്ത് ഞാൻ ഈ പൈപ്പ് തുറന്നപ്പോൾ, ആദ്യം തുറന്നപ്പോൾ ചെറിയ ചൂടുവെള്ളമാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേ ഈ വെള്ളം ഞാൻ കളഞ്ഞതിന് ശേഷമാണ് പിന്നെ അത് തുടങ്ങിയത്, കുളിപ്പിക്കാൻ തുടങ്ങിയത്. കാരണം ഇത് ഇപ്പോഴത്തെ ഈ ചൂട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അധികരിച്ച് ഇങ്ങനെ വരുന്നതുകൊണ്ട് വെള്ളം ചൂടുണ്ട്, കണ്ടില്ലേ. ഇതുപോലെ നമ്മൾ ഈ പട്ടികൾക്ക്, വളർത്തുമൃഗങ്ങൾക്ക്, പ്രത്യേകിച്ചും പട്ടികൾക്ക്, അവർക്ക് ഈ തലകറക്കവും ക്ഷീണവും വയ്യാഴിയൊക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പട്ടികൾക്ക് കഴിവതും നമ്മളൊരു 3-4 തവണയെങ്കിലും പിന്നെ ഇതുപോലെ ഇത്രയും വിശാലമായിട്ട് കുളിപ്പിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എൻ്റെ ദേഹം മൊത്തം നനച്ചു. വെള്ളം അങ്ങോട്ട് ഒഴിച്ചപ്പോഴത്തേന് ആശാൻ നിന്ന് 2 കുടച്ചിൽ നമ്മളെ കൂടെ കുളിപ്പിക്കും ആശാൻ. കണ്ടില്ലേ, ഇതിങ്ങനെ ഈ ബ്രഷ് ഇങ്ങനെ കയ്യിലോട്ട് ഇട്ടിട്ട് ഇത് പതുക്കെ ഇങ്ങനെ തൂത്ത് കൊടുത്താൽ മതി. ഇപ്പം ശരിക്കും അങ്ങോട്ട് പതയുന്നില്ല. അപ്പം ഞാൻ അതുകൊണ്ട് നോക്കാം നമുക്ക്.
അത് എന്തെന്നറിഞ്ഞൂടാ. ഞാന് ഒഴിച്ച ഷാമ്പൂൻ്റെ അളവ് കുറഞ്ഞു പോയെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കും അത് ശരിക്കും അങ്ങോട്ട് പതഞ്ഞു വരാത്തെ. ഇതിങ്ങനെ നല്ല ഈസിയാ, ഇത് ചെയ്യാൻ നല്ല ഈസിയാ. ഇപ്പൊ ഇവനെ വലിയൊരു പണി കാണിച്ചെന്ന് പറഞ്ഞാൽ നേരെ ഇവിടുന്ന് ഇറങ്ങി വന്നിട്ട് പിന്നെ കൂട് തുറന്ന് പറഞ്ഞാൽ ഇവൻ ചാടി ചാമ്പലിനകത്തോട്ടാ പോയെ. അപ്പൊ ആ ചാമ്പലിനകത്തും മണ്ണിനകത്തും എല്ലാം കൂടെ കിടന്ന് കുത്തി മറിഞ്ഞിട്ടാണ് നേരെ വീട്ടിൽ കയറിയത്. അപ്പം വീട് മൊത്തം പിന്നെ ചാമ്പലും മണ്ണും കരിയും എല്ലാം കൂടെ ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആശാനെ ഇപ്പൊ ഒന്ന് കുളിപ്പിച്ചേച്ച് പിന്നെ കുളിപ്പിച്ചില്ലെങ്കിൽ ഇനി പെരയ്ക്കകത്തോട്ട് കയറ്റാൻ പറ്റത്തില്ല. കുളിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ ആശാൻ വെളിയിൽ പോയാലും ഇനിയിപ്പോൾ ചാമ്പലിനകത്ത് ഇറങ്ങുമായിരിക്കും. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇവൻ കുറച്ച് പിന്നെ ബുദ്ധിയുള്ളവനാ കേട്ടോ. ഇപ്പൊ കുളിപ്പിച്ചൊക്കെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ ആശാൻ ഭയങ്കര വൃത്തിയാ. പിന്നെ അവൻ ഈ മണ്ണിനകത്തോട്ടോ പിന്നെ പിന്നെ പൊടിക്കകത്തോട്ടോ ഒന്നും ഇറങ്ങത്തില്ല. ആശാൻ വളരെ മാന്യമായിട്ട് മാറിയൊക്കെ നിന്നോളും, കുഴപ്പമൊന്നുമില്ല. ഞാനേ അതിനകത്തെ ഷാമ്പു കുറഞ്ഞു പോയി. അതുകൊണ്ടാണ് ഞാൻ ഈ ദേഹത്ത് ശകലം ഒഴിച്ചു കൊടുത്തിട്ട് ദാ ഇങ്ങനെ അങ്ങ് പതപ്പിക്കും. കണ്ടില്ലേ? നല്ല വൃത്തിയായിട്ട് അതങ്ങോട്ട് പതപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല ഭംഗിയായിട്ട് അങ്ങ് പതയും. ഇത് നല്ല ഈസിയാ. ഇതിനെ കുളിപ്പിക്കാൻ പറ്റിയൊരു ബ്രഷാ ഇതേ. ഈസി ആയിട്ട് അങ്ങ് പതയും. കണ്ടില്ലേ? മുഖമൊക്കെ നല്ലതുപോലെ ഉരച്ച് കഴുകി വൃത്തിയാക്കി. അവൻ്റെ ദേഹം നിറച്ച് കരിയായിരുന്നു കേട്ടോ. അവൻ്റെ ആ കരിക്കകത്ത് കിടന്ന് ഉരുണ്ടേൻ്റെ ആ രോമത്തിനുള്ളിൽ ശരിക്കും കരി ശരിക്കും ഉണ്ട്. നമുക്കത് പുറത്തുനിന്ന് ശരിക്കും കാണാൻ പറ്റിയില്ലെങ്കിലും നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ മാറ്റുന്ന സമയത്ത് നല്ല കരിയുണ്ട്. ഞാൻ ആ വെള്ളം ഇങ്ങനെ തുറന്നു വിട്ടേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂട്, ആ വെള്ളത്തിന് തന്നെ ഒരു ചെറിയ ചൂട് കേട്ടോ. ഇത്രയും രാവിലെ ആയിട്ടും അതിന് ആ ചൂട് മാറിയിട്ടില്ല. അതാണ്. അപ്പം ഞാൻ കുറച്ച് വെള്ളം അങ്ങ് തുറന്നു വിട്ട് കഴിഞ്ഞാൽ അത്രയും ചൂട് കുറഞ്ഞു നിൽക്കുമല്ലോ. കുറച്ചൊന്ന് തുറന്നു വിട്ട് കഴിയുമ്പോൾ പിന്നെ തണുത്ത വെള്ളമാകും. തണുത്ത വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ അത് വെച്ച് കുളിപ്പിക്കാം. നല്ല ഏറ്റവും ഒരുമാതിരി തണുത്ത വെള്ളത്തിൽ ഈ സമയത്ത് ഇങ്ങനെ വെള്ളം ദേഹത്ത് ഇങ്ങനെ ഇവർക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ഡോക്ടർ തന്നെ എനിക്ക് സജസ്റ്റ് ചെയ്തൊരു കാര്യമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ സമയത്ത് പിന്നെ തളർച്ചയും ക്ഷീണവും ഈ ഡീഹൈഡ്രേഷൻ്റെ പ്രശ്നമൊക്കെ പെട്ടെന്ന് കയറി ബാധിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഞാനിതിപ്പം സ്ഥിരമായിട്ട് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഞാനല്ലെങ്കിൽ വൈഫായാലും ഇടയ്ക്കിടയ്ക്ക് ഇവനെ വെള്ളം ഒഴിച്ചൊന്ന് നനപ്പിക്കും. ഇങ്ങനെ ഇത്രയും വിശാലമായിട്ടൊന്നും കുളിപ്പിക്കത്തില്ല. പക്ഷേ പിന്നെ ജസ്റ്റ് ഓസിൽ ചിലപ്പം ഓസ് അങ്ങോട്ട് പിടിച്ചിട്ട് വെള്ളം എടുത്ത് ദേഹത്തൂടെ അങ്ങ് ഒഴിക്കും. ചിലപ്പോൾ അവനെ പിന്നെ കെട്ടിയിടത്ത് പോലുമില്ല. അല്ലാതെ തന്നെ പിന്നെ ഒരു കാര്യമുണ്ട്, ഇവനെ ഈ കെട്ടി വിടുമ്പോഴാണ് ഇവനെ ഈ കുതിര ഓടാനുള്ള ടെൻഡൻസി. മറ്റേ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ആശാൻ കൂടെ നിന്ന് അവന് ഈ കുളിക്കുന്നത് വലിയ ഇഷ്ടമാണ്. നല്ല തണുക്കുമല്ലോ, ദേഹം തണുക്കുമല്ലോ, ശരീരം തണുക്കുമല്ലോ, അത് നല്ലതാണ്. അപ്പോൾ ഞാൻ സത്യത്തിൽ ഇവിടെ ഈ യവന് തന്നെ ഏകദേശം 2 വെള്ളം വെച്ചു, അല്ല 3 വെള്ളം വെച്ചിട്ടുണ്ട്. ഒന്ന് വീടിനകത്ത് ഒരു ബൗളിനകത്ത് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് വീടിന് പുറത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇവൻ്റെ കൂട്ടിനകത്തും വെച്ചിട്ടുണ്ട്. ഇങ്ങനെ 3 ബൗളിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അത് കൂടാതെ തന്നെ വേറൊരു ബൗളിനകത്ത് ഈ കാക്കയ്ക്കൊക്കെ മറ്റ് പക്ഷിമൃഗാദികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കുടിക്കാൻ നമ്മുടെ പിന്നെ മല്ലിക്കിളിയൊക്കെ അതിനകത്തുനിന്നാണ് കുടിക്കുന്നത്. അവക്ക് കറക്റ്റ് അറിയാം കേട്ടോ. ഇവൻ്റെ പാത്രവും അവിടെ പാത്രവും കണ്ട അവക്ക് കറക്റ്റ് അറിയാം. അവിടെ പാത്രത്തിൽ വെള്ളം കണ്ടില്ലെങ്കിൽ മാത്രമേ അവൾ ഇവൻ്റെ പാത്രത്തിൽ നിന്ന് എടുക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ കറക്റ്റ് അവൾ അവിടെ പാത്രത്തെ സ്പോട്ട് ചെയ്ത് കറക്റ്റ് അവിടെ ചെന്ന് കുടിച്ചോളും. വേറെ കുഴപ്പമൊന്നുമില്ല. യവനും അതുപോലെ തന്നെ അവർക്ക് വെച്ചിരിക്കുന്ന പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കത്തില്ല. അങ്ങനെ പിന്നെ നമ്മുടെ ചെല്ലക്കിളിയെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് നല്ല ഉഷാറായിട്ട് കണ്ടില്ലേ, ഷാമ്പു ഒക്കെ ഇനി ദേഹത്തൊന്ന് പതച്ച് കളയണം, എങ്കിലേ അത് വൃത്തിയാകത്തുള്ളൂ. അടിപൊളി, അടിപൊളിയായിട്ട് പതച്ച് കളയുക. അങ്ങനെ വെള്ളം ഒഴിച്ച് ആ ഷാമ്പു മൊത്തം നമ്മൾ റെഡിയാക്കിയിട്ടു. ഈ ഷാമ്പും കൂടെ കളഞ്ഞാൽ മതി ഇനിയിപ്പം. വേറെ അത് കഴിഞ്ഞവനെ ഞാൻ അങ്ങ് തുറന്നു വിടും. തുറന്നു വിട്ട് കഴിഞ്ഞാൽ ആശാൻ തന്നെത്താനെ ജസ്റ്റ് ഒന്ന് തുടപ്പിക്കും. ഇനിയിപ്പോൾ ഒരു തോർത്തിട്ട് നല്ലതുപോലെ വൃത്തിയായിട്ടൊന്ന് തുടച്ചിട്ട് ആശാനെ അങ്ങ് തുറന്നു വിടും. അങ്ങനെ ബെല്ലക്കുട്ടൻ്റെ കുളി ഏകദേശം പരിസമാപ്തിയിലെത്തിയിരിക്കുക. നമ്മുടെ കൂടെ അതുപോലെ നിന്ന് തരും. യാതൊരു പ്രശ്നവുമില്ല. സത്യം പറഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അത് ഈ ശരീരത്തിൻ്റെ ഊഷ്മാവിനെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഞാൻ ഇന്ന് പത്രത്തിലും വായിച്ചു, ഈ ഈച്ചകളൊക്കെ ഈ ഊഷ്മാവ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോയും ഒക്കെ ഇട്ട് കണ്ടായിരുന്നു ഞാൻ. ഊഷ്മാവ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുമള പുറത്തോട്ട് വിട്ടിട്ട് അതിനെ തിരിച്ച് അതുപോലെ തന്നെ അകത്തെടുക്കുന്നതായിട്ട്. അപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പം വേറെ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല,
പിന്നെ ഈ വീഡിയോ തന്നെ അങ്ങ് ചെയ്യാം. കാരണം എല്ലാവരും പിന്നെ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ പിന്നെ ഓരോരോ നല്ല നല്ല സന്ദേശങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും വിചാരിച്ചു ഇത് നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഡെയിലി ചെയ്യുന്നതോ. അപ്പോൾ അതുകൊണ്ട് ഇതും കൂടെ ഒന്ന് ഈ ഒരു സന്ദേശം കൂടെ ഒന്ന് 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 നിങ്ങളുമായിട്ട് അല്ലെങ്കിൽ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കണമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ ബെല്ലക്കുട്ടനെ നല്ലൊരു വൃത്തിയായിട്ട് തുടപ്പിച്ച് സുന്ദരനാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആശാനെ കെട്ടിയിടത്തൊന്നുമില്ല. ഇനിയിപ്പോൾ ആശാനെ അങ്ങ് തുറന്നു വിട്ടേക്കും. അയ്യോ കൊള്ളാം. അങ്ങനെ നമ്മുടെ ബെല്ലക്കുട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഉഷാറായിട്ട് ഇത്രയും മതി. അങ്ങ് ഒരുപാടങ്ങ് സ്ട്രെയിറ്റ് ആക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരുപാടങ്ങ് സ്ട്രെയിൻ എടുത്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയും മതി. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ പിന്നെ ഇത് ഓക്കെ ആവും. വേറെ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ആശാൻ്റെ ബെൽറ്റ് ഞാൻ അങ്ങ് അഴിച്ചു വിടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവനെ പൂട്ടിയിടേണ്ട കാര്യമില്ലല്ലോ നമുക്ക്. ഇനിയിപ്പോൾ അവൻ തന്നെത്താനെ അവനൊന്ന് കുടഞ്ഞ് ദേഹത്തെ വെള്ളമൊക്കെ കളഞ്ഞോളും. അടിപൊളി. നമ്മുടെ ബെല്ലക്കുട്ടൻ അങ്ങനെ സെറ്റായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. കണ്ട അയ്യ എന്നെ കുളിപ്പിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഈ ബ്രഷും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് പിന്നെ അടുത്ത കുറേ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അതായത് ഞാൻ വീട്ടിൽ പിന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സംഗതികൾ, അതായത് വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതല്ല, വീടിന് അകത്തും പുറത്തും ഒക്കെ ആയിട്ട് എവന് വെച്ചിരിക്കുന്ന വെള്ളവും പിന്നെ പക്ഷിമൃഗാദികൾക്ക് വെച്ചിരിക്കുന്ന വെള്ളമൊക്കെ ഞാൻ കാണിച്ചു തരാം. അവൻ്റെ ആ ചെയിനും ഞാനൊന്ന് കഴുകും. കാരണം ഈ സോപ്പ് പതയൊക്കെ പറ്റിയിരിക്കുന്നുണ്ടേ, അതുകൂടെ ഒന്ന് കഴുകിയിട്ട്. കണ്ടില്ലേ, മല്ലികിളി അങ്ങനെയൊന്നും ചെല്ലക്കിളി അങ്ങനെയൊന്നും പെട്ടെന്ന് പോകത്തില്ല. നമ്മുടെ കൂടെ തന്നെ നിന്നോളൂ ചാടി ചാടി. അങ്ങനെ ബെല്ലക്കുട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ബെല്ലക്കുട്ടൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട്, പക്ഷെ കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആശാൻ കുറേ ഉഷാറായി കേട്ടോ. മറ്റേത് കുളിക്കുന്നതിന് മുമ്പ് വരെ ഇവൻ എണീറ്റ് വരുന്നുണ്ടെങ്കിൽ വളരെ ഡൗൺ ആയിട്ടിരിക്കും. കണ്ടില്ലേ, ഇപ്പം ആശാൻ ഉഷാറായി. ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആശാൻ സെറ്റായി. പിന്നെ ആശാൻ ഇങ്ങനെ തുള്ളിക്കളിച്ച് നമ്മുടെ കൂടെ നടന്നോളൂ. അല്ല, ഈ വേറൊരു കാര്യമുണ്ട്. ഇവന് ശരിക്കും പറഞ്ഞാൽ ആദ്യം ഈ ഡോക്ടർ പറയുന്നതിന് മുമ്പ് വരെ ആഹാരം പോലും ശരിക്കും കഴിക്കുന്നില്ലായിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി അങ്ങ് മനപ്രയാസപ്പെട്ടു. ഇപ്പം പക്ഷേ ഇങ്ങനെ ഒരു 2-3 നേരം ഇവന് ദേഹത്ത് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ശരീര ഊഷ്മാവ് നിയന്ത്രിച്ച് നിർത്തുന്നതുകൊണ്ട് അവന് വിശപ്പുണ്ട്, അവൻ ആഹാരം കഴിക്കും. മറ്റേത് കണ്ടില്ലേ, ഇത് ഞാൻ ബെല്ലക്കുട്ടന് വെളിയിൽ വെച്ചിരിക്കുന്ന വെള്ളമാണ്. പുറത്ത് ഇവിടെയും വെച്ചിട്ടുണ്ട്, കൂട്ടിനകത്തും വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, കൂട്ടിനകത്തും വെച്ചിട്ടുണ്ട്. വെള്ളമുണ്ട്, ആഹാരമുണ്ട്. കണ്ടോ, അവന് പിന്നെ ഇപ്പോൾ ഉടനെ കയറി അവന് വല്ലതും കഴിക്കണം. അതിന് വേണ്ടിയിട്ടാണ് കുളിച്ച് കഴിഞ്ഞപ്പം. നമുക്കും ഈ കുളിച്ച് കഴിയുന്ന ഉടനെ ഒരു വിശപ്പ് വരത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ അവനും കുളിച്ച് കഴിഞ്ഞപ്പോഴാണ് വിശപ്പ് വന്നേ. അങ്ങനെ അവന് കൊടുത്ത ചപ്പാത്തിയൊക്കെ എടുത്ത് വെച്ചടിക്കുക ആശാൻ. അവൻ അതിനകത്ത് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇനി ഞാൻ വേറെ കാണിച്ചു തരാം. ഞാൻ ഈ മറ്റ് പക്ഷികൾക്കും പിന്നെ മറ്റ് മൃഗങ്ങൾ ഇപ്പോൾ ആർക്ക് വേണേൽ വന്ന് കുടിക്കാം, ആ രീതിയിൽ ഞാനൊരു ചെറിയ ബൗളിനകത്ത് അവിടെ കൂടുതലും ഞാൻ ഈ പക്ഷികളെ ഉദ്ദേശിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരുപാട് പക്ഷികൾ വന്ന് ഈ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ, ഈ ചൂട് സമയമായോണ്ടേ. കാരണം ഇങ്ങനെ എടുത്തു വെക്കുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വേറെ മാർഗമൊന്നുമില്ലല്ലോ. ഇപ്പം മിക്കവാറും കുളങ്ങളും അരുവികളും എല്ലാം നികന്ന് കിടക്കുകയല്ലേ. അപ്പോൾ കഴിയുന്നത്ര ഇതുപോലത്തെ നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമ്മൾ അവർക്ക് വേണ്ടുന്ന വെള്ളമൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. കണ്ടില്ലേ, ബെല്ലക്കുട്ടൻ അങ്ങനെ കളിയൊക്കെ തുടങ്ങി. കുളിയും കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ആശാൻ കളി തുടങ്ങി. ഇനി ഇവിടെ ചാടിത്തുള്ളി രസിച്ചിങ്ങനെ നടന്നോളൂ ആശാൻ, വേറെ കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ, അപ്പോൾ ഇതാണ് അതിൻ്റെ കാര്യം. ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തതിൻ്റെ പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സത്യം പറഞ്ഞാൽ അതികഠിനമായ വേനലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്കായാലും
പൊതുവേ മൊത്തത്തിൽ മൃഗങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സഹിക്കാവുന്ന ചൂടിനേക്കാൾ കൂടുതൽ മൃഗങ്ങൾക്ക് ചൂട് അസഹ്യമായ ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ വളർത്തുമൃഗങ്ങൾ ആയാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഡോക്ടർ പറഞ്ഞത് ഒരു 2 തവണയെങ്കിലും കുളിപ്പിക്കണമെന്നാണ്. 2 തവണ കുളിപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം അവരുടെ ദേഹത്ത് കുളിപ്പിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, ഇങ്ങനെ ഞാൻ ചെയ്തതുപോലെ ഷാമ്പു തേച്ചൊന്നും കുളിപ്പിക്കണമെന്നൊന്നുമില്ല. ജസ്റ്റ് കുറച്ച് വെള്ളം അവരുടെ ദേഹത്ത് ഷവർ ചെയ്താലും മതി. നല്ല തണുത്ത വെള്ളത്തിൽ 2 നേരം കുളിപ്പിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അതുപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ കാര്യത്തിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം. ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളവും അതേപോലെ തന്നെ അവരുടെ ശരീരത്തിലെ ഊഷ്മാവും നിയന്ത്രിക്കുന്നതിന് നമ്മൾ പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. നമ്മൾ തന്നെ 3-4 വട്ടം കുളിക്കത്തില്ലേ ഇപ്പോൾ ഈ ചൂടായിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒരു 2 നേരമെങ്കിലും അറ്റ്ലീസ്റ്റ് കുളിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബായ്.